നമ്മളങ്ങനെ പുതിയൊരു ലെക്സ് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എൻഡർമാനൊക്കെ പോകുന്നുണ്ട് ബാക്കിൻ്റെ കൂടി. അപ്പോൾ നമുക്ക് ഹീലായിരിക്കും ഇനി കൂടുതൽ ഇതെടുക്കണ്ട. ഓക്കെ, ഇവിടെ സൺഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആവശ്യം വരുമോ? ഇത് വെച്ചിട്ട് മറ്റേ ഇതാക്കാം. എന്താണ് മറ്റേ വലിയ നെതർ കോട്ടയിലൊക്കെ കത്തിച്ച് പിഗ്ഗിങ് ഫാമാണ്, ഗോൾഡ് ഫാം ആക്കാം. അപ്പോൾ നമുക്ക് മരം വെട്ടാം. മരം വെട്ടി ആദ്യത്തെ മരം നമുക്ക് എടുത്തേക്കാം. ശുചീകരണ ടാപ്പേ വെട്ടി അതിരിക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ സിറ്റിൻ്റെ ഒരു മോഡ് ഇട്ടുണ്ടായിന്, അതുകൊണ്ടാണ്. ആദ്യത്തെ മരം ഞാൻ വെട്ടി അതിൽ തന്നെ കയറി ഇരുന്നും ചെയ്തു ഞാൻ. ഓക്കെ, ഇറങ്ങട്ടെ ഞാൻ. ഓക്കെ, പിന്നെ പരിപാടിയാണ് ആദ്യത്തെ മരം വെട്ടപ്പാടന്നെ. ഞാൻ ജാവ കളിക്കുമ്പോൾക്ക് മരം വെട്ടാൻ ഇനിയും പാടുണ്ടായി. കുറച്ച് പെട്ടെന്നായി മരം വെട്ടുന്ന പോലെ തോന്നും. മരം വെട്ടട്ടെ ഞാൻ. പെട്ടെന്നൊരു വില്ലേജ് കിട്ടിയ കൊള്ളായിരുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടി ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം നമുക്ക്. ഡൈനാമിക് ലൈറ്റ് അതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, അറിയില്ല. കുറേ മോഡ്സൊക്കെ വേണോ ഈ ഇതിൽ ബെഡ്റോക്കിൽ. ജാവയിലും കുറേ മോഡ്സൊക്കെ ഇട്ട്. ജാവ എന്ന് പറയുന്നത് മൊബൈലിൽ തന്നെ കളിക്കുന്ന മോജോ ലോഞ്ചർ, അല്ലാണ്ട് PC ഒന്നുമില്ല എനിക്ക്. അങ്ങനെ നമുക്കൊരു ഇത്ര വേണോ? പിക്കെക്സ് മാത്രം ആക്കാം. ഇത് പൊട്ടി. ആദ്യത്തെ ഷീപ്പ് അവിടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവനെ പിക്കെക്സ് വെച്ച് കൊല്ലാണ്ട് വരും. പിക്കെക്സ് വെച്ച് ആക്സ് ആക്കായിരുന്നു. ചെറിയ ക്ലോസ് അങ്ങ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. സൂം ചെയ്യാൻ പറ്റൂല. എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കാം സൂം ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ. അതിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഓക്കെ, ബെഡാക്കാനുള്ള ഒരു കൂളായി 3 എണ്ണത്തിൽ. ഇനിയിപ്പോൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തെങ്കിലും തുറന്ന് ഇവിടെ തന്നെ ഇത് നോക്കാം. ഓക്കെ, സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് ഇരുട്ടാ. ഓക്കെ, ടോർച്ച് വേണം. ഷാഡറിൻ്റെ എഫക്റ്റ് ഇത് ഷാഡോസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് 9 എണ്ണം വേണം. ഫുള്ള് ടൂൾസൊക്കെ ആക്കുന്നത്. ഞാനിപ്പോൾ 5 എണ്ണം എടുത്തുള്ളൂ ടോട്ടൽ. ഇത് കോപ്പറ, ഞാൻ വിചാരിച്ച് ഡയമണ്ട്. ഓക്കെ, ഒരു 16 എങ്ങാട്ട് വേണം ഫുള്ള് ഫർണസും അതൊക്കെ കൂടി ഉണ്ടാക്കാൻ. ബെഡ് പെട്ടെന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ആദ്യത്തെ നൈറ്റ് വെറുതെ കഷ്ടപ്പെടണ്ടായിരുന്നു. 16ആയി. ഓക്കെ, ഒരു പിക്കാക്സ് ആക്കാം ഇവിടെ. ഓക്കെ, പിക്കാക്സ് ആക്കാം. പിക്കാക്സ് ആക്കാം. ഷവൽ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഷവൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ ആക്കിയിട്ടുണ്ട് ഞാൻ. കാക്സ്, പിക്കാക്സ്. ഓക്കെ, ഇതും ഷവലും എടുത്തിട്ടുണ്ട്. ഫുള്ള് സ്റ്റോണിൻ്റെ ടൂൾസായി നമ്മൾ. ഇനി മറ്റേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. വില്ലേജോ അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറേ ഡാമേജ് പോയി. മറ്റേ ഷീപ്പിനായിട്ട് കണ്ടുപിടിക്കണം. ഇനി പംകിൻ ഉണ്ട്. ഈ ഒരു പംകിൻ മതി. എല്ലാം എടുക്കണമില്ല. സ്പോണിങ് അതിലല്ലേ ഈ ഷീപ്പിനെ കൊല്ലാം. ഓക്കെ, കൊന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഷിപ്പും കൂടി പെട്ടെന്ന് അതവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഫുഡൊക്കെ കത്തിക്കാട്ട് ഒരു ബേസ് സെറ്റാക്കി നാളത്തെ എപ്പിസോഡിൽ എന്താക്കാം, മൈനിങ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പാട് വരുന്ന മൈനിങ് ആയിരിക്കും. കാരണം ഈ ഒരു ഷേഡറിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. അത് എല്ലാ ഷട്ടറിനും അങ്ങനെ തന്നെ. ഈ ഷട്ടറൊന്നും അങ്ങനെയല്ല. എല്ലാത്തിനും
ഈ ഷീപ്പിനും അല്ല. അപ്പോൾ ഈ പിങ്ക് വുളിൻ്റെ ആവശ്യമില്ല. ബേസപ്പ് പോകണ്ട. നമുക്ക് ഇവിടെ ബേസ് ആക്കാം. ഈ ഒരു ഭാഗത്ത് അവിടെ റിവീനുണ്ട് ഒരു. അപ്പോൾ അയണക്ക് മൈൻ ചെയ്യാൻ ഈസി ആവും. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത് ചാടാതിരുന്നാൽ മതി. അതൊക്കെ കോപ്പറാണ്, നോക്കിയിട്ട് കാര്യമില്ല. അയണ്ണാണൊക്കെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്കാം. ആദ്യം നമ്മൾ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ വെക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഇനി നമുക്ക് അത് വെച്ച് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, ബെഡ് ഉണ്ടാക്കിയാൽ പോരി, ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ റീസ്പോണും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത നമ്മുടെ ഫർണസും കൂടി ആക്കാം. ഈ ഫർണസ് ഇതാ അങ്ങോട്ടൊക്കെ പോകണം. ഓക്കെ, അതുമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ കാണുന്ന കേവിലോട്ട് പോയി മൈൻ ചെയ്യാം, അല്ലെങ്കിൽ മൈനിങ് ഏരിയ ആക്കിയിട്ട് അങ്ങനെ വല്ലതും ചെയ്യുക. ഇപ്പോൾ രാത്രി ആകുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങട്ടെ ആദ്യം. ദൂരത്താണത്ര. ഓക്കെ, ആദ്യത്തെ നൈറ്റ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.